എന്താപ്പാ? മോളെ, നാളെ അപ്പന്റെ 55ാം പിറന്നാളാടി. അതിനിപ്പോ എന്താ, ഷഷ്ടിപൂർത്തിയല്ലേ ഇനി ആഘോഷിക്കണ്ടേ? എടി കൊച്ചേ, 50ാം പിറന്നാള് വിപുലമായിട്ട് ആഘോഷിക്കാൻ ഇരുന്നതാ. അപ്പോ നീയുമായിട്ട് ശത്രുതയിലായിരുന്നല്ലോ. എന്നാ പിന്നെ 55 ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓരോരുത്തർ 50 ആകുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പെടഞ്ഞു വീഴുക. ഈ എന്റെ ഒരു ആഗ്രഹമല്ലേ മോളെ, നമുക്കിതങ്ങ് ആഘോഷിക്കാം. ആഘോഷിച്ചോ? ആ, അങ്ങനെ ചുമ്മാ ആഘോഷിച്ചാലൊന്നും പോരാ. നീ നാളെ വീട്ടിലേക്ക് വരണം. നടന്നതുവാ. ഞാൻ വീട്ടിലേക്ക് പോയി എന്നൊരു സൂചന കിട്ടിയാ മതി. പ്രതാപേട്ടൻ പിന്നെ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അല്ലെങ്കിൽ പ്രതാപേട്ടൻ പോയി കളയും. അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് നിന്റെ വീട്ടിലാക്കാം. ചുമ്മാ പൊട്ടത്തരം പറയല്ലേപ്പാ. നിങ്ങൾ വീട്ടിൽ കയറാൻ പ്രതാപേട്ടൻ സമ്മതിക്കൂ? അവനവിടെ ഇല്ലാതിരുന്നാ പോരെ? അതൊന്നും ശരിയാവില്ല. ശരിയാകും. നാളെ എന്തെങ്കിലും ഒരു കേസുണ്ടാക്കി SI പ്രതാപചന്ദ്രനെ ഒരു 5-6 മണിക്കൂർ മാറ്റി നിർത്തും. ആ സമയം കൊണ്ട് നമ്മളവിടെ ആഘോഷം നടത്തുന്നു. അങ്ങനെ മാറി നിന്നാ നടത്താം. മാറ്റി നിർത്തിയിരിക്കും. അപ്പോ നാളെ ഉച്ച കഴിഞ്ഞ് ഞാനും ജോണിക്കുട്ടിയുടെ അങ്ങോട്ട് വരും. മോളെ, നീ ഒന്നും കരുതണ്ട കേട്ടോ, എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നോളാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ കുഴപ്പമുണ്ടാവാതെ നോക്കിക്കോണം. ഇല്ല മോളെ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ചേച്ചി വരുവോപ്പാ? എടാ, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ആളിയെ ഉടക്കുണ്ടാക്കും ഉറപ്പാപ്പാ. എടാ, അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റി നിർത്തണം. എന്തിനു മാറ്റി നിർത്തുന്നത്? വെള്ളത്തിലോ ഭക്ഷണത്തിലോ കുറച്ച് മയക്കുമരുന്ന് കലക്കി കൊടുത്താ പോരെ? ഒന്നും അറിയാതെ 10-15 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. എടാ, അതൊന്നും ആരും സമ്മതിക്കില്ല. കാര്യം നമ്മൾ അപ്പനും സഹോദരനും ഒക്കെ ആണെങ്കിലും ഭർത്താവിന് ഒരു അപകടം സംഭവിക്കുമ്പോ ഭാര്യ ഇടയും. എന്തോന്ന് അപകടം? എടാ, ചിലപ്പം ബോധം തെളിഞ്ഞില്ലെങ്കിൽ അപകടമാകും. ബോധം തെളിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പില്ല. എന്നാ ഒരു പന്തയം. ഞാൻ മയക്കുമരുന്ന് കലക്കി അപ്പന് തരാം. അപ്പനൊന്ന് കഴിച്ചു നോക്ക്. 12 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിഞ്ഞാൽ എനിക്ക് 1 ലക്ഷം. തെളിഞ്ഞില്ലെങ്കിലോ? നീ എനിക്ക് 5 ലക്ഷം തരണം. സമ്മതിച്ചോ? 12 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിഞ്ഞില്ലെങ്കിൽ അപ്പൻ എന്തിനപ്പാ 5 ലക്ഷം? തേക്കിന്റെ തടിക്കകത്ത് ഉഗ്ഗന് ശവപ്പെട്ടി പണിഞ്ഞ അപ്പനെ ഞാൻ എന്നെ എങ്ങനെയെങ്കിലും പെട്ടിക്കകത്താക്കണമെന്നുള്ള ഒരു ഒറ്റ ചിന്തയുള്ളൂ നിനക്കല്ലേ? എന്റെ കാലശേഷം ഈ സ്വത്തെല്ലാം കൂടി ഞാൻ ഏതെങ്കിലും അനാഥന് കൊടുക്കും. അപ്പന്റെ മരണത്തോടെ അനാഥനാവുന്ന ഞാനല്ലേ? എനിക്ക് തന്നെ ആയിരിക്കും എല്ലാ സ്വത്തും അല്ലേ? ഈ കണക്കിന് പോയാൽ ഞാനായിരിക്കും അനാഥനാകാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് എന്റെ മോളോടൊപ്പം 55ാം പിറന്നാൾ ആഘോഷിക്കണം. ചേച്ചിയുടെ വീട്ടിൽ കയറാൻ അളിയൻ സമ്മതിക്കാത്തത് കൊണ്ടും ചേച്ചി ഇങ്ങോട്ട് വരാത്തത് കൊണ്ടും നമുക്ക് ഈ പാർട്ടി എങ്കിലും ഹോട്ടലിൽ വെച്ചൊക്കെ നടത്താം. എടാ, ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും വലിച്ചു വാരി തിന്നുന്നത് എന്തോന്ന് ആഘോഷമാടാ. നമുക്കൊരു 5-6 കിലോ ചിക്കനും ഒരു 5-6 കിലോ കപ്പയും ഒരു 19 പൊറോട്ട ഒക്കെ ആയിട്ട് ആലീസിന്റെ വീട്ടിൽ ചെന്ന് ആ ചിക്കനും കപ്പയും അവിടെ വെച്ച് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അപ്പൊ അളിയ സ്പീഡിന് വരുന്നു, ഈ ചിക്കൻ കറിയും പൊറോട്ടയെല്ലാം എടുത്ത് വെളിയിലോട്ട് എറിയുന്നു, നമ്മളെ അടിച്ച് വീടിന് വെളിയിലുമാക്കുന്നു. എടാ, അതിനു വേണ്ടിയല്ലേ പ്രതാപനെ ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ ഒരു 8 മണി വരെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നത്. ആണാ? അപ്പൊ ഒരു കാര്യം ചെയ്യും, അപ്പൊ മേളിലോട്ടൊന്ന് വിളി. എന്റെ കർത്താവേ, എപ്പോഴും അത് മറന്നു പോകുന്നു. അപ്പൊ വല്ല MLA വിളിച്ച് പറയാനാ ഞാൻ പറഞ്ഞ. പിന്നെ MLA എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ, ഞാൻ പറയുമ്പോ അനുസരിക്കാനായിട്ട്. എടാ, വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ ബുദ്ധി ഉപയോഗിച്ച ഞാനല്ലേ. ഈ കാര്യത്തിൽ നീ ഒരു ബുദ്ധി ആലോചിക്കും. അപ്പന്റെ ബുദ്ധി കൊണ്ട് 18,000 പോയല്ലോ. 1 രൂപ ചെലവില്ലാതെ അളിയനെ മാറ്റാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? വെറും ഒരു ഫോൺ കോൾ. അളിയൻ 5 അല്ല 10 മണിക്കൂർ വേണമെങ്കിലും സ്റ്റേഷനിൽ നിന്നോ വീട്ടിൽ നിന്നോ മാറി നിൽക്കും. നമുക്ക് കാശ് തരാത്തമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആ വ്യാജ നമ്പരിൽ നിന്ന് SI പ്രതാപചന്ദ്രന് ഒരൊറ്റ കോൾ. ഇങ്ങനെ തലകുനിച്ച് നിന്നിട്ട് കാര്യമില്ല. എനിക്ക് മറുപടിയാണ് വേണ്ടത്. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ എന്തിനാണ് ചെക്കിങ്ങിന് പോയത്? സാർ, അത് മാസാവസാനമല്ലേ. കോട്ട അയക്കാൻ 16 കേസും കൂടി വേണം. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇവർ കൂടി വന്നത്. വാഹന ചെക്കിങ്ങിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ആരുമല്ല ഉത്തരം പറയേണ്ടത്, ഞാനാ. ഇനി ഒരിക്കലും പ്രതാപ സാറിന്റെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ ചെക്കിങ്ങിന് പോവില്ല സാർ. സാറിന്റെ അനുവാദം ഇല്ലാതെന്നല്ല, സാറിന്റെ കൂടെ അല്ലാതെ ഞങ്ങൾ ഈ സ്റ്റേഷന് പുറത്തിറങ്ങില്ല. മേലിൽ എന്റെ അനുവാദമില്ലാതെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോകരുത്. ഇല്ല സാർ. ഇനി ഇക്കാര്യത്തിൽ ഒരു വാണിംഗ് ഉണ്ടായിരിക്കുന്നതല്ല സാർ. ഓക്കെ, എന്താ നിർബന്ധിക്കണോ? അങ്ങോട്ട് പോവാൻ ഉണ്ടാക്കണ്ട. ഹലോ, തച്ചങ്കോട് പോലീസ് സ്റ്റേഷൻ, SI പ്രതാപചന്ദ്രൻ സ്പീക്കിംഗ്. ഹലോ, ആരാ? ഞാനൊരു രഹസ്യ വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. പാലിയത്ത് മുടങ്ങിക്കിടക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം കേന്ദ്രീകരിച്ച് വലിയൊരു മയക്കുമരുന്ന് മാഫിയ സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇന്നുച്ചയ്ക്ക് 2 മണിക്കും രാത്രി 10 മണിക്കും ഇടയിൽ അവിടെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് കച്ചവടം നടത്താൻ പോകുന്നത്. അത് തനിക്ക് എങ്ങനെ അറിയാം? സാറേ, ഞാൻ അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ആളാ സാറേ. ധ്യാനം കൂടാൻ പോയി നന്നായതാ.
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസിനെ സഹായിക്കണമെന്ന് ധ്യാനഗുരു എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇപ്പം വിളിച്ച് പറഞ്ഞത്. വെരി ഗുഡ്. കൊള്ളക്കാരെ അക്രമികളെയും പോലീസിന് കാണിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പുണ്യം. എന്താ തന്റെ പേര്? സാറേ, പിന്നെ ഞാനാണ് വിവരം തന്നെന്നറിഞ്ഞാൽ അവന്മാരെന്നെ തട്ടിക്കളയും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. സാറിന് അവന്മാരെ പിടിക്കണമെങ്കിൽ പാലിയത്തേക്ക് ചെല്ല്. സാറേ, ഈ കേസ് പിടിച്ച പ്രമോഷൻ മാത്രമല്ല, പത്രത്തിലും ചാനലിലും ഒക്കെ പിന്നെ സാറായിരിക്കും ഹീറോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. മയക്കുമരുന്ന് മാഫിയ ഞാൻ പൊക്കിയിരിക്കും. അയ്യോ. അപ്പ അതും ഓക്കെ. അല്ല, നീ ഈ പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും കാണുവോ? ഉണ്ടല്ലോ, രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ കുറെ പിച്ചക്കാരവിടെ കാണും. അത് ഇത്ര കൃത്യമായിട്ട് നിനക്ക് എങ്ങനെ അറിയാം? മണല്ലോറി പോലീസ് ഓടിച്ചപ്പോ ഞാൻ ഓടി രക്ഷപ്പെട്ട് കയറിയത് ഇതിനകത്താ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തോണ്ട് പിച്ചക്കാരുടെ കഞ്ഞി കുടിച്ച് ഞാൻ അവിടെയല്ലേ കിടന്നുറങ്ങിയത്. എടാ, നിനക്കൊരു അന്തസ്സില്ലൂടാ പിച്ചക്കാരുടെ കഞ്ഞിയും കുടിച്ച് അവരുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ. അയ്യേ, എന്ത് പിച്ചക്കാർ മനുഷ്യരല്ലേ? നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ട് നമ്മള് പണക്കാര്. അതില്ലായിരുന്നെങ്കിലേ ആൾക്കാർ നമ്മളെയും പിച്ചക്കാരെന്ന് വിളിച്ചാനെ. ആ, നിന്റെ മുഖത്ത് നോക്കി വിളിക്കും, പക്ഷെ എന്റെ മുഖത്ത് നോക്കി വിളിക്കാനേ ഒന്നറയ്ക്കും. ശരിയാ, ചില നേരത്ത് അപ്പന്റെ മോൻ കണ്ടാലേ അങ്ങനെ വിളിക്കാനും തോന്നത്തില്ല. എന്താടാ എന്റെ മുഖത്തൊരു കുഴപ്പം? ഈ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കണ്ട് എത്ര പേരെ എനിക്ക് കല്യാണാലോചനയുമായിട്ട് വന്നതെന്ന് അറിയാവോ? അപ്പൊ അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു പെണ്ണ് കിട്ടൂലെന്ന് ഉറപ്പായി. എടാ ചെറുക്ക, കല്യാണം കഴിക്കാനേ ഈ പൊക്കവും മണവും മാത്രം പോരാ, പക്വത എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. അതെവിടെ കിട്ടും? ചാല മാർക്കറ്റിംഗ്. എടാ വിവരദോഷി, നിനക്ക് കല്യാണം കഴിക്കാനുള്ള പക്വതയാകുമ്പോ ഞാൻ പറയും. അതുവരെ നീ ഒന്ന് ക്ഷമി. ഓഹോ, 2 മണിക്ക് മരുമോനേമാൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? അത് നിരീക്ഷിക്കാൻ നമ്മുടെ ലോറി ഡ്രൈവർ ദിനേശിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ, അളിയനും സംഘവും സ്റ്റേഷനിൽ നിന്ന് ആ സ്ഥലത്തെത്തിയാൽ അവരെന്നെ വിളിച്ചോളും. ആ. എന്തോടാ ചിന്തിക്കുന്നേ? അല്ല, അളിയനും ഒന്ന് പിച്ചക്കാരെ കഞ്ഞി കുടിക്കും. ആ, കള്ളക്കടത്തുകാരാണെന്ന് കരുതി പിച്ചക്കാരുടെ കയ്യിൽ നിന്ന് മരുമോൻ അടിമേടിക്കാതിരുന്നാ മതിയായിരുന്നു. എന്നാ പിന്നെ സ്ഥിരമായിട്ട് കർക്കട കഞ്ഞി കുടിക്കേണ്ടി വരും. അളിയൻ അവിടെ ചെന്ന് കഴിയുമ്പോ ചേച്ചിയെ വിളിച്ച് വീട്ടിലോട്ട് ആ, പോകണം. അത് ഞാൻ ഏറ്റടാ. അവൻ അവിടെ നിന്ന് പോയാ പിന്നെ അന്നപാനീയങ്ങളുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുന്നു. അന്നം മാത്രം മതി. മതിയോടാ? എടാ, ഒരു ആഘോഷമല്ലടാ പൊന്നുമോനെ, മറ്റവനില്ലാതെ എന്തോന്നൊരു ആഘോഷം. അപ്പ അത് അവിടെ ചെന്നിട്ട് വേണ്ട. വേണമെങ്കിൽ ദഹിക്കാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോ. അല്ലെങ്കിൽ അപ്പ അവിടെ ചെന്ന് കുളമാക്കും. ഞാൻ ഇതിനു മുമ്പ് എവിടെയാണ് കുളവാക്കിയത്? വേണ്ട, വെറുതെ ഉടക്കൂടിക്കുമ്പോ ഞാൻ ഈ പരിപാടി ക്യാൻസൽ ചെയ്യും കേട്ടോ. വേണ്ട, ഞാൻ അനുസരണമുള്ള കുഞ്ഞാടായിട്ട് നിന്നോളാം. ആ, പ്രതാപൻ സാർ നല്ല ഉത്സാഹത്തിലാണല്ലോ ചേച്ചി. അത് സബീനയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ചെല്ലുമ്പോ സാർ ആരെയോ വിളിച്ചു പറയാ നാളെ രാവിലെ ഒരു ഉഗ്രൻ വാർത്ത ഉണ്ടാവുമെന്ന്. പ്രതാപൻ സാർ എന്തോ വലിയൊരു കേസ് പിടിക്കാൻ പോവുകയാണെന്നാ എനിക്ക് പിടിക്കും തോന്നുന്നു. പിടിക്കും പിടിക്കും. ചേച്ചിക്കറിയോ? എനിക്കെങ്ങനെ അറിയാനാ? ഒഫീഷ്യൽ സീക്രട്സ് ഒന്നും എന്നോട് പറയാറില്ലല്ലോ. ചേച്ചി പുറത്തു വിടുമെന്ന് പേടിച്ചിട്ടായിരിക്കും. അലീസ 1:30 കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് പോകണമെന്ന് പ്രതാപൻ സാർ പറഞ്ഞല്ലോ. എങ്ങോട്ടാന്ന് വല്ല വിവരമുണ്ടോ? രാത്രി 10-11 മണി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ അറിയാമെങ്കിൽ പറയാ അലീസേ. വല്ല ഏടാകൂടും മറ്റാണെങ്കിലേ മെഡിക്കൽ ലീവ് എടുക്കാനാ. എവിടാ പോകുന്നൊക്കെ അറിയാം, പക്ഷെ അത് പുറത്തു വിടാൻ പറ്റില്ല. ഫാമിലി സീക്രട്ടാ. വലിയ വലിയ കേസുകൾ തെളിയിച്ച് പോലീസിന്റെ മുഖം മിനുക്കാൻ നടക്കുന്ന SI പ്രതാപചന്ദ്രൻ സാറിന് ദോഷകരമാകുന്നതൊന്നും ഞാൻ പുറത്തു പറയില്ല. സത്യം പറയാമല്ലോ, സാറ് കാണിക്കുന്ന ഓരോ പരിപാടികളും പോലീസിന് നാണക്കേടുണ്ടാക്കുന്നതാ. പോലീസ് എന്നൊക്കെ പറഞ്ഞ ജനത്തിനൊരു പേടി വേണ്ടേ? ആ, ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനാ. ആ, മൈത്രി കൂടിക്കൂടി ഒരു കള്ളനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന്റെ നഷ്ടം അറിയാലോ. അത് പ്രതാപൻ സാറ് കാരണമല്ലേ. ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് പുറത്താകുന്നതാ പോലീസിന്റെ ഗമ പോകാൻ കാരണം. അല്ലെങ്കിലും പോലീസിന്റെ പഴയ ഗമമല്ലേ ഇപ്പൊ ഉണ്ടോ? ജനം പേടിക്കുന്ന ആ പഴയ കപ്പടാ മീശ, അത് പോലീസിന് വിടുന്നതായിരുന്നു. ഈർക്കിലി പോലുള്ള ഈ ശരീരത്തിൽ ത്രയംബകം പോലൊരു വലിയ മീശം കൂടെ വെച്ച നല്ല രസമായിരിക്കും അല്ലേ സബീനെ? ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ കള്ളുഷാപ്പ് പോലെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സ്ഥലമല്ല. അങ്ങനെ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോവാം. സാർ, പുരുഷോത്തമൻ, കൃത്യം 1:30 തന്നെ എല്ലാവരും റെഡിയാവാൻ പറഞ്ഞിട്ട് എന്തായി? റെഡിയാണ് സാർ. ആണോ? സെബാസ്റ്റ്യൻ എവിടെ? കണ്ടിട്ടുണ്ട് സാർ, എല്ലാം റെഡിയാണ്. ഇനി സാർ ഇറങ്ങിയാൽ മാത്രം മതി. പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ സാർ, പോകുന്നത്. മടങ്ങി വരുമ്പോൾ എന്റെ കൈ നിറയെ കുറ്റവാളികളായിരിക്കും. ഇന്നത്തെ ദിനം SI പ്രതാപേന്ദ്രന്റെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയമായ ദിനമായിരിക്കും. പുരുഷോത്തമൻ, come on. എന്താ ചേച്ചി ഈ പ്രമാദമായ കേസ്? അത് നാളെ പറയാം.
പ്രതാപേട്ടൻ പോയ സ്ഥിതിക്ക് എനിക്കും അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോയേ പറ്റൂ. അല്ല വീട്ടിലെന്താ ഇത്ര അത്യാവശ്യം? അതും നാളെ പറയാം. വാ. ആ ഇന്ന ഇത് നാടൻ കോഴി, ഇത് ബ്രോയിലർ കോഴി. ഓ, എത്ര നാളായി മോളെ നിന്റെ കൈ കൊണ്ട് വെച്ച് ഒരു കോഴിക്കറി കഴിച്ചിട്ട്. ദേ, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ട. സംഗതിയൊക്കെ കൊള്ളാം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് പ്രതാപേട്ടൻ വന്നാലോ? വരത്തില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആളിയൻ ഇന്നൊരു പാതിരാത്രി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പ്രതാപേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ആളിയന് അപകടം ഉണ്ടാവുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യും. ഇത് കൊച്ചൊരു തമാശ. പക്ഷേ അളിയന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു സംഭവമായിരിക്കും ഇന്ന്. അതെന്താ? പിച്ചക്കാരുടെ അത്താഴം. എന്നതാ? അല്ല, ചേച്ചി കൊച്ചിലെ പിച്ച വെച്ച കാര്യം അപ്പച്ചൻ പറയായിരുന്നു. കൊച്ചൻ തേടി ഡാൻസ് ക്ലാസ്സിന് പോയി. 6 മണിയാകുമ്പോ കൂട്ടിക്കൊണ്ട് വരണം. ഛേ, അവളെ ഇന്ന് വിടണ്ടായിരുന്നു. ഇന്നല്ല. കൊച്ചുമോളുടെ കൂടെ ആടിയും പാടിയും ഒരു പിറന്നാൾ ആഘോഷം അതെന്റെ ഒരു സ്വപ്നമായിരുന്നു. അതെ, ഞാൻ പോയി കൊച്ചിനെ ആ, വിളിച്ചു. എന്നാ ചെല്ല്. എന്നാ ചെല്ല്, വേഗം പോയി കൂട്ടിക്കൊണ്ടുപോവാ. പോകാൻ നേരം എന്നെ കൂടി കൊണ്ടുപോകേണ്ടി വരും. അതെന്തിനാ? അവൾ അച്ഛൻ വരുമ്പോ എല്ലാം അങ്ങ് വിസ്തരിക്കും. പ്രതാപേട്ടൻ ഇല്ലാത്ത നേരം നോക്കി ഞാനും എന്റെ വീട്ടുകാരും കൂടി ചേർന്ന് അപ്പന്റെ പിറന്നാൾ ആഘോഷിക്കായിരുന്നു. പ്രതാപേട്ടൻ എങ്ങാനും അറിഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കൊണ്ടാ മതി. നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വാ മോളെ. ഞാൻ സന്തോഷത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന അപ്പനെ സഹിക്കുന്നില്ല അല്ലേ? നീയും പ്രതാപേന്ദ്രനും കൊച്ചുമോളും നമ്മളെല്ലാരും കൂടെ ഒരു ടേബിളിന് ചുറ്റി വരുന്നു സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹം. അതേതായാലും ഈ ജന്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. യവൻ ഒറ്റ ഒരുത്തനാ അതിന് കാരണം. അളിയന്റെ കാലുതലോടിക്ക് അപ്പറല്ലേ എന്നോട് പറഞ്ഞത്. ഹ, കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളും കൂടി സഹായിക്കുകയാണെങ്കിൽ ദേ നമുക്കിത് വേഗം റെഡിയാക്കാം. വാ. ചേച്ചി ഇതെങ്ങനെ കറി വെക്കാൻ പോകുന്നത്? സാധാരണ കറി വെക്കും പോലെ. അത് ശരിയാവത്തില്ല. മസാല ചേർത്ത് കുക്കറിലൊന്ന് ആവി കയറ്റി ചിക്കൻ പീസ് തേങ്ങാപ്പാലിലൊന്ന് വേവിച്ചെടുക്കണം. അയ്യോ അതൊന്നും വേണ്ട, തേങ്ങാപ്പാലിൽ ഇപ്പൊ ഉണ്ടാക്കുന്നില്ല. മോളെ, ആ ചിക്കൻ പീസ് എടുത്ത് മസാല തേച്ച് എണ്ണയിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതാവുമ്പോ കഷണത്തിന് നല്ല ഉറപ്പ് കിട്ടും. ഇത്ര ഉറപ്പിട്ട ചിക്കൻ പീസ് കൊണ്ട് നമ്മൾ എന്തോന്ന് പാമ്പൻ പാലം ഉണ്ടാക്കാൻ പോണം. അതെ, തേങ്ങാപ്പാലിൽ വേവിച്ചാ മതി. തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കിയാൽ ചിക്കൻ വേഗം വളിച്ചു പോകും. എന്റെ അപ്പ വളിച്ചു പോകാൻ നമ്മൾ മറ്റന്നാളല്ലല്ലോ കഴിക്കുന്നത്, ഇപ്പൊ തീർക്കാൻ പോവല്ലേ. നീ ഈ കാര്യത്ത് വഴക്ക് പിടിക്കണ്ട. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കത്തില്ല. എന്നാൽ എണ്ണയിലിട്ട് വറക്കത്തുമില്ല. തേങ്ങാപ്പാലിൽ പുഴുങ്ങത്തുമില്ല. എണ്ണയിലിട്ട് വറക്കത്തില്ല. തേങ്ങാപ്പാലിൽ പുഴുങ്ങത്തുമില്ല. എണ്ണയിലിട്ട് അതെ അതെ വറക്കത്തില്ല. അതെ, നിങ്ങൾ രണ്ടും ഒന്നങ്ങോട്ട് ഇറങ്ങൂ. ഇതെങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന് എനിക്കറിയാം. ഇന്നവരൊരു ഗ്ലാസ് കഴുകാൻ പോലും അടുക്കള കയറിയിട്ടില്ലാത്തവർ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇത് വേവുമെന്ന് തന്നെ തോന്നുന്നു. അതന്നെ. അതിനു മുമ്പ് ഞാൻ ചിലപ്പോ തിന്നി നിർത്തും. എന്റെ പൊന്നുമോളെ എടുത്ത് മാറ്റി. ഞങ്ങളെ വെറുതെ ഹെൽപ്പേഴ്സ് ആയിട്ട് നിന്നാലോ? അങ്ങനെ ഇപ്പൊ ഹെൽപ്പണ്ട. ഇത് നിങ്ങൾക്ക് കഴിച്ചിട്ട് പോണോന്നുണ്ടെങ്കിൽ രണ്ടുപേരും കിച്ചണിൽ നിന്ന് ഇറങ്ങി തരണം. ഓഹോ. മോളെ, നീ തന്നെ കഷ്ടപ്പെടുവേ. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടും. ഇറങ്ങിറങ്ങ. മോളെ, അപ്പനെ ഒരു 2 കഷ്ണം ആ, വറുത്തേക്കണേ. എന്നാ പിന്നെ തേങ്ങാപ്പാലിൽ വേവിച്ച് എനിക്കും വേണം 2 കഷ്ണം. എങ്കിൽ പിന്നെ അപ്പനും മോനും കൂടി വന്ന് ഉണ്ടാക്കും. ഇതിപ്പോ പട്ടിയോട് തിന്നത്തൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തൂല്ല. ഇതിലിപ്പോ ആര് പട്ടി? സംശയം തന്നെ. ഞാൻ പട്ടി ചേച്ചി. ഇറങ്ങി പോടാ അങ്ങോട്ടും. ചേച്ചി ഇതിൽ തേങ്ങാപ്പാൽ. നിന്നെ ഞാൻ- അമ്മ. പോ. ഹും. ഏയ്, ചിക്കൻ കറി ready ആയിട്ടോ? ഇല്ല ഇതുവരെ. ചിക്കൻ കറി റെഡിയെന്ന്. ആ റെഡി എന്ന്. അയ്യോ, ഇങ്ങോട്ട് കൊണ്ടുവരും. ഓ, ദാ ചിക്കൻ കറി. ഇങ്ങോട്ട്. മോളും കൂടി ഇരിക്കടി. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ബാക്കിയും കൂടി എടുത്തിട്ട് വരാം. അപ്പാ, നല്ല നാടൻ ചിക്കൻ കറി. ദാ അടുത്ത ചിക്കൻ കറി. ആ, നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലേ? നിന്റെ കൈ കൊണ്ടുണ്ടാക്കി നിന്റെ കൈ കൊണ്ട് വിളമ്പി തരാനാ ഞങ്ങൾ ഈ കഷ്ടപ്പാട് മുഴുവൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാ പോരായിരുന്നോ? ഇപ്പോഴെങ്ങാനും ഈ കാഴ്ച കണ്ടുകൊണ്ട് പ്രതാപേട്ടൻ അത് ഞാൻ. വരണം. എങ്കിൽ ഞാൻ അളിയനെ വെടിവെച്ചു കൊല്ലു. എടാ, ചങ്ക് കിടുങ്ങി പോകുന്ന കാര്യമല്ല, അത് വേറെ ഒന്നും നിനക്ക് പറയാനില്ലേ? ഞാൻ ഒരു സത്യം കൊണ്ടേ ഉള്ളൂ. കഴിച്ചോണ്ടിരിക്കും ദൈവത്തോട്ട് 2 പേരും അറപ്പിക്കരുത്. ചേച്ചി, പഞ്ഞു കഞ്ഞുള്ളുണ്ടെങ്കിൽ
പശുവിനെടുത്ത് കൊടുക്കല്ലേ എന്നാ? പൊറോട്ട കഴിക്കാൻ തലേന്ന് പഞ്ഞു ആ പൊറോട്ട ബാക്കി അവൻ കയറ്റിക്കൊള്ളാമെന്ന്. എന്ത് ബാക്കി പൊറോട്ട കടഞ്ഞു വെച്ചി അപ്പ ഗോതമ്പുട്ട് കൂടെ വേണമായിരുന്നു അല്ലേ അപ്പ ചിലപ്പോ വല്ല ആക്രിക്കാരും ആ പഴയ പത്രം കൊടുത്തിട്ട് കുറച്ച് അവരും കൂടെ വാങ്ങി നമുക്ക് തിന്നാം. അതെ ആക്രിക്കാരല്ല പ്രതാപേട്ടനാ വരുന്നത്. ഇന്ന് അപ്പന്റെ പേടി തീരുവിടാ മക്കളെ. നീ അല്ലടാ പറഞ്ഞു ഇപ്പഴെങ്കിലും പ്രതാപേട്ടൻ വരില്ലെന്ന്. ചേച്ചി ദുരന്തങ്ങൾ എപ്പോഴും വേണമെങ്കിലും വരാം. വേഗം അപ്പനെ കൊണ്ട് അടുക്കള ഭാഗത്ത് അങ്ങനെ പോയി ഒളിക്ക്. നിങ്ങളെ കണ്ട ആകെ പ്രശ്നമാവും. ചെല്ല്. ഹരിമം തീരും ഇങ്ങനെ വാടാ ഉപയോഗിക്കുന്നത്. വരണപ്പാ. എടാ വരാൻ. കാലിന് എന്ത് പറ്റി പ്രതാപേട്ട? വലിയൊരു മയക്കുമരുന്ന് റാക്കറ്റിനെ പിടിക്കാൻ പോയത്. എന്നിട്ട് പിടിച്ചോ? പിടിച്ചില്ല എന്നപ്പോ അവന്മാർ ഓടിയങ്ങ് രക്ഷപ്പെട്ടു. സാറ് പുറകെ പോയി, പക്ഷെ കിട്ടിയില്ല. അവന്മാര് പിടിക്കാൻ പോയി ഓട്ടത്തിൽ പറ്റിയതാ ഈ ചെറിയൊരു പരുക്ക്. ഇത് കുഴപ്പമില്ല, ഇപ്പൊ മാറിക്കോളും. ഇച്ചിരി വെള്ളം ഇങ്ങോട്ട്. ഓ സാറാ പതുക്കെ. ഓ പതുക്കെ. പ്രതികൾ രക്ഷപ്പെട്ട് കളഞ്ഞ ആലീസേ. പ്രതാപേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. സ്റ്റേഷൻ വന്ന ഒരു അനോണിമസ് കോളിനെ തുടർന്നാണ് ഞങ്ങൾ പാലിയത്തെ പണിമുടക്കി കിടക്കുന്ന ഫ്ളാറ്റിനെടുത്ത് ചെന്നത്. കുറച്ചു നേരം ഞാൻ ഒളിഞ്ഞു നിന്നപ്പോ മയക്കുമരുന്ന് കച്ചവടക്കാരായ 3 പേർ അവിടെ എത്തി. അപ്പ അബദ്ധം പുറത്തെറിയിക്കാതിരിക്കാൻ അളിയൻ പൂവടിച്ചു വിടുന്നതാ. അപ്പ വിശക്കുന്നപ്പ നീ അങ്ങോട്ട് മാറി നിൽക്കടാ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് തിന്നു നീ. ഞാൻ ചാടി വീണു. ഞങ്ങളെ കണ്ടത് ഒരു ഓടി. പ്രതികൾ രക്ഷപ്പെട്ടെങ്കിലും എന്റെ സർവീസ് ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ ദിനമായിരുന്നു ഇന്ന്. അതെന്താ? അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് എന്താണെന്ന് അറിയാവോ? 1-2 രൂപയല്ല, ഇന്റർനാഷണൽ മാർക്കറ്റിൽ 1 കോടി രൂപയ്ക്ക് മേൽ വില കിട്ടുന്ന ഹാഷിഷ്. ഇന്ന് ചാനലില് ഫ്ലാഷ് ന്യൂസും നാളെ പത്രങ്ങളിലെ ഹെഡിങ്ങും വരും. തച്ചങ്കോട് SI പ്രതാപചന്ദ്രൻ 1 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു. എനിക്കൊരു പ്രമോഷൻ ഉറപ്പാ ആലിസേ. സത്യം ആലീസെ, പ്രധാന സാറിന്റെ ശുക്രൻ തെളിഞ്ഞു. പുറത്തേക്ക് വാടാ, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പ ഞാൻ അറിഞ്ഞോണ്ടല്ലപ്പ. എന്റെ കാൽ ഉളുക്കിയിലായിരുന്നെങ്കിൽ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്ക് പുറത്തുപോയി ആഹാരം കഴിക്കായിരുന്നു. ചിക്കൻ കറി എന്തു ആലിസേ ഇത്? ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കാനെന്ന് പറഞ്ഞല്ലേ പ്രതാപേട്ടൻ പോയത്? പ്രതാപേട്ടൻ പോയി കഴിഞ്ഞപ്പോ മുതല് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയാൻ തുടങ്ങി, നിന്റെ ഭർത്താവ് വിജയിച്ചു വരുമെന്ന്. ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പ്രതാപേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ ചിക്കനും പൊറോട്ടയും വാങ്ങി. ദേ ഇപ്പൊ കറി വെച്ച് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പതാ പ്രതാപേട്ടൻ വിജയശ്രീലാളിതനായിട്ട് വന്നിരിക്കുന്നു. ആലിസേ, ആ നിന്റെ ഈ മനസ്സ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നാ ഡ്രസ് മാറി വാ, സെബാസ്റ്റിനെ ഇരിക്കും. ഞാനിപ്പോ വരാവേ. അതെ വിശക്കുന്നപ്പ. അതെ പുറകുവശത്തെ ഗേറ്റ് വഴി നിങ്ങൾ രക്ഷപ്പെട്ടോ. പോവാനാ അപ്പ എന്നെ പൊറോട്ട ചിക്കനും അവന്റെ ഒരു പൊറോട്ടയും ചിക്കനും ഇങ്ങനെ തിന്നാനുള്ള യോഗം അളിയനെ നീയായിട്ട് ഉണ്ടാക്കി കൊടുത്തല്ലോടാ. ഓടാ, ചിക്കനേക്കാൾ വലുതായിരിക്കും എന്റെ ജീവൻ. ആലിസേ. ഓടാ. ആ ദേ വരുന്നു. ഓ പോട്ടെ മോളെ, നീ പറഞ്ഞ പോലെ ഇനി എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാം. ആ ചേച്ചി പട്ടി കൊടുക്കല്ലേ ചേച്ചി, ബാക്കിയുള്ള ഞാൻ നാളെ ഒന്നെങ്കിലും തിന്നോളാം. ചേച്ചി ഒരു പഴമെങ്കിലും താച്ചി. അപ്പ വലിയ കുഴപ്പമില്ല ഇപ്പൊ. ആലിസേ, അവിടെ കൊടുക്കും. പ്രതാപൻ സാറേ, സാറിന്റെ പുണ്യമാ ആലീസ്. അല്ലെങ്കിൽ ഇതേപോലെ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ ഒരു ഭാര്യയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതാണ് സാറേ മനപ്പുറത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പൊറോട്ടയും ചിക്കനും കഴിക്കാൻ പറ്റും? ചിലര് കഷ്ടപ്പെടുന്നു, മറ്റു ചിലരത് അനുഭവിക്കുന്നു. അതാണ് CA പരമേശ്വരൻ സാറാ. സ്പീക്കർ ഫോണിലിടാം, എന്നെ അഭിനന്ദിക്കാനാണെന്ന് തോന്നുന്നു. ഗുഡ് ഈവനിങ് സാർ.
ചാനലുകാരും പത്രക്കാരും എനിക്ക് സ്വസ്ഥത വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് ആ ന്യൂസ് കൊടുത്തു. സന്തോഷം സാർ. 1 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയത് വിവരം കൊടുത്തു. സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണെന്ന വാർത്ത കൊടുത്തു. ആരോടും തിരുത്തി പറയാൻ നിൽക്കണ്ട. കേട്ടല്ലോ? സാർ കേട്ടു സാർ. എന്താ പ്രതാപേട്ടാ? ചിലർ കഷ്ടപ്പെടുന്നു, മറ്റു ചിലർ അതനുഭവിക്കുന്നു.